നമ്മൾ അന്ന് കണ്ട 30-ൻ്റെ കിണറുണ്ടേ, അതിൽ വീണ്ടും താക്കുക. കണ്ടോ, ക്രെയിനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ 20-ൻ്റെ നമ്മൾ താത്തായിരുന്നത്, 6 അടി താത്തോളൂ. അതിനകത്ത് പാറ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇനി അതിനകത്ത് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ചെറുത് 15-ൻ്റെ ആയിരിക്കും തോന്നുന്നു. നോക്കാം. സംഭവം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതിനകത്തിന് ചെറുതാക്കാൻ പോവാം. ചെറിയ ഇറങ്ങി അങ്ങനെയുള്ള കുഴി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കാണും നല്ല വൃത്തിയായിട്ട് കേട്ടോ. 3 ആൾക്കാരാണ് അതിനകത്ത് കേട്ടോ. ഈ 3 ആൾക്കാരും മണ്ണ് വെട്ടിയ വലിയ ബക്കറ്റോട്ട് ഇടുന്നു. അത് ക്രെയിൻ വെച്ച് വലിച്ച് മേളിൽ കയറ്റും. അതാണ് സിസ്റ്റം. ഇപ്പോൾ കാലിയായ ബക്കറ്റ് തിരിച്ചിറക്കുക. വലിയ ബക്കറ്റ്, നമ്മുടെ സാധാരണ ഒരു കൊട്ടയ്ക്കൊരു 10-20 കൊട്ട മണ്ണ് കൊള്ളും അതിനകത്ത്. അപ്പോൾ അതിലാണ് ഇനി പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരിച്ച് വീണ്ടും പഴയ പോലെ അതിലേക്ക് ഇറക്കും. ഇത് താഴെ ചെല്ലുമ്പോഴത്തേ മറ്റേത് നിറഞ്ഞിരിക്കും. അടുത്ത ഇതേപോലൊരു ബക്കറ്റ് കൂടെ വേറെ. ഇത് വലിയ ഈ റിങ്ങൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാര്യം ഏതാണ്ട് 3/4 അടിയിൽ കൂടുതൽ കനമുണ്ട് റിങ്ങിന്, നമ്മുടെ ഈ മേളിലുള്ള. കണ്ട താഴെയൊക്കെ ചെല്ലുമ്പോൾ 20-ൻ്റെ അതിനൊക്കെ നല്ല സ്ട്രോങ് റിങ്ങാണ്. 20 ഫീറ്റിൻ്റാണ് ഇരിക്കുന്നത്.